തൃപ്തിയായില്ലേ? നമ്പ്യാരോട് കളിക്കുമ്പോൾ കരുതേണ്ടതായിരുന്നു. ഇപ്പൊ എന്തായി? എന്താവാനാ? ഇനിയിപ്പോ വല്ല ഞണ്ടിന്റെ അവിടെ നിന്ന് നാട്ടം തിരിഞ്ഞോട്ടെ. ഞാൻ കുറെ പറഞ്ഞു പ്രസിഡന്റ്, ആ മാസ്റ്ററോട് ചേരണ്ടാന്ന്. ഇപ്പൊ എന്തായി? അയാൾ കുറെ ഉണ്ടാക്കി തന്നല്ലോ. പണിയരാരും പണിക്ക് വരണ്ടെന്നാ ഇപ്പൊ തമ്പ്രാൻ പറയണത്. ഞാള് പട്ടിണി വരുന്ന ചത്തോളാം. ചായ ചത്തു. പിന്നെ ഞാനത് കണ്ടോട് നിൽക്കണ്ടേ? മാപ്പഴി കൊടുത്താ ക്ഷമിക്കാന്നാ തമ്പുരാൻ പറഞ്ഞത്. അല്ല ആ കടലാസ് കൊടു. ഇത് മുഴുവൻ മാപ്പാണ്. വായിച്ചു കേൾക്കണ? വേണ്ട, മാസ്റ്റർ വായിക്കാതെ ഞാളൊപ്പില്ല. ചിന്തം പറയുന്ന ശരി, മാഷ വായിക്കട്ടെ. നാക്കെല്ലാം മാഷ എത്തിക്കപ്പോ കൊടുക്ക. നിനക്ക് നാല് വിശ്വാസല്ലേ? ഞാളെ കൊടുത്തു പോയതാ. ഞാളെ കഥിക്കാൻ പാടുവോ? പാടൂല. വായിച്ചു കൊടുക്കടാ. എന്താ വായിക്കില്ലേ? അതിലെന്ത് വായിക്കാൻ? അമ്മേ, ബാസ്മതി അമ്മേ, ക്രമസമാധാനം തകർത്തിരിക്കുക. ഞാളെ കാര്യം നോക്കാൻ ഞാക്കറിയാം. പോണ്ട. ഞാൻ ഫോണിലേക്കുണ്ടാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നോണ പറഞ്ഞ് നാവ് തേനും. ഇനി നോണ പറയാൻ നാവ് കാണൂല. തടി വേണമെങ്കിൽ ഓടിക്കോ. ഇതിലെഴുതിയത് മുഴുവൻ നാം വായിക്കാൻ പോവാണ്. നമ്മൾക്ക് കിട്ടാനുള്ള 100 ഏക്കർ നമ്പ്യാരുടെ പേരിൽ എഴുതി കൊടുക്കാനുള്ള പ്രമാണമാണിത്. മുളയ്ക്കില്ല മാസ്റ്റേ. പണിച്ചുകളുടെ ഉശിരെന്താണെന്ന് ഞാള് കണ്ടു. ഞാൻ ഉദ്ദേശിച്ചിടത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും. ഈ ആവേശം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാ മതി. നമ്പ്യാര് വെറുതെ ഇരിക്കുമെന്ന് കരുതാൻ പറ്റില്ലല്ലോ. ഞാക്ക് പേടിയില്ല മാഷെ, പേടിയൊക്കെ പോയി. ഉടുക്കനോട് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. പറയൂ മാഷെ. മാഷ് പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. വാക്ക് തന്നു കഴിഞ്ഞു. ഇനി അതും ഇതും പറഞ്ഞു ഒഴിഞ്ഞു മാറരുത്. മറ്റൊന്നുമല്ല, എന്റെ മകന്റെ വിവാഹകാര്യമാണ്. ഞാൻ അവന് ചേർന്നൊരു പെണ്ണിനെ കണ്ടു. നിന്റെ മോള് മഞ്ഞ. ആ, ഞാന് പണിയറല്ലേ മാഷെ? കല്യാണം കഴിക്കുന്നത് ആണും പെണ്ണും തമ്മിലാ. മാത്രമല്ല, മഞ്ഞയും രഘുവും തമ്മിൽ ഇഷ്ടത്തിലുമാണ്. ഒടുക്കനെ എതിർക്കരുത്. മറുപടി പറയാതെ പോവാണോ? മഞ്ഞയുടെ ഭാഗ്യടാ. സമ്മതിച്ചാള്. മൂപ്പനോട് ചോദിക്കാണ്ട് ചോദിച്ചോളൂ. പക്ഷെ കല്യാണം നിശ്ചയിച്ച് ഇനി നമ്മൾ തമ്മിൽ കാണും. സമ്മതിച്ചു മാസ്റ്റർ. ആ, ഞാള് പോട്ടെ. ആ, ശരി. അച്ഛാ, അച്ഛൻ എന്തിനാ അവരോട് ഈ കാര്യം പറഞ്ഞത്? നീ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയാ. പക്ഷേ രജനിയുടെ വിവാഹം കഴിയാതെ. രഘു, അതേച്ചാ, ഞാനൊരു പണിയെത്തിപ്പെണ്ണെ വിവാഹം കഴിച്ചാൽ രജനിയുടെ കാര്യം പ്രശ്നമാവില്ലേ? ആ കാര്യം ഓർത്തിട്ടാ. കന്യകത്വം സ്വപ്നം കാണാൻ പോലും പേടിക്കുന്നവളാ പണിയപ്പെണ്ണ്. അവക്ക് മനസ്സ് കൊടുത്തപ്പോ ഇങ്ങനെ ഒരു പെങ്ങളുള്ള കാര്യം നീ ഓർത്തില്ലേ? അച്ഛൻ ഞാനാളെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, ആ ഒരു മഹാമനസ്കതയെങ്കിലും ഉണ്ടായല്ലോ. നിന്റെ വിവാഹം നടന്നു കാണാനുള്ള മോഹത്തെക്കാളേറെ ഈ ബന്ധം പണിയറിലുണ്ടാക്കുന്ന ആത്മവിശ്വാസമാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. രജനി നിന്റെ അനുജത്തിയ. നിന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയും. നീ മഞ്ഞയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായിട്ട് കഴിയേണ്ടി വന്നാലും അവള് വിഷമിക്കില്ല. അങ്ങനെയാ നിങ്ങളെ ഞാൻ വളർത്തിയത്. ഈ മംഗളം നടന്നൂടാ. പണിച്ച മാറ്റാന് കെട്ടി കൊടുക്കണ്ട. ഓക്ക് അതാ ഇഷ്ടം മൂപ്പ. വള്ളിയൂരമ്മയ്ക്ക് അത് പിടിക്കൊള്ളാൻ അറിയില്ലേ? ഓ, ഈ മംഗളം നടക്കില്ല. എന്താ മൂപ്പ, നല്ലൊരു ചെക്കനെ ഒരു പണിയെത്തിപ്പെണ്ണെ കിട്ടുന്നതിലേ വള്ളിയൂരമ്മയ്ക്ക് എന്താ ദോഷം? അമ്മയ്ക്ക് പഴക്കൊല്ലാത്താണ് അത്. അമ്മനെ അനുസരിച്ചാ മതി. അങ്ങനെ പറയല്ലേ മൂപ്പ. മഞ്ഞ മൂപ്പ, ഞാൻ എന്റെ മനസ്സിന്റെ സുഖ വള്ളിയൂരമ്മയ്ക്ക് വലുത്. ഞാള് നന്നാവുമ്പോ എല്ലാരും അത് എതിർക്കണത് എന്താ?